ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സമൂസ റെസിപ്പിയാണ്. മുട്ട വെച്ചിട്ടാണ് ഈ ഒരു സമൂസ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മസാലയൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു 3 സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചതച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി കട്ട് ചെയ്ത കുറച്ച് കറിവേപ്പില, മല്ലിയില ഇത്രയും ഇട്ട് കൊടുത്തു. ഇനി പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആദ്യം തന്നെ ഈ ഒരു പൊടികളൊക്കെ ആയിട്ട് ഉള്ളി നല്ലപോലെ ഒന്ന് വെന്ത് വരണം. അങ്ങനെ വെന്ത് വന്നതിന് ശേഷം 1-2 കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരുവവും ടേസ്റ്റൊക്കെ വ്യത്യാസമാവും. ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കുറച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് നമ്മളിതിലേക്ക് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് ഇതുപോലെ ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിലിട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ഈ ഒരു കിഴങ്ങ് നല്ലപോലെ വെന്ത് കിട്ടും. എന്നിട്ട് ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. 4 കോഴിമുട്ടയാണ് ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓൾറെഡി ഇതെല്ലാം വെന്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇനി ഒരുപാടിട്ട് വേവിക്കണമെന്നില്ല. 1 മിനിറ്റ് നേരം മാത്രം ഇതൊന്ന് ഈ ഒരു മുട്ടയിൽ മസാലയൊക്കെ പിടിച്ചു വരാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂട്ട് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കുറച്ച് സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമൂസ ഷീറ്റൊക്കെ മടക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഞാൻ ഇതുപോലെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ മടക്കിയെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് വെച്ച് കൊടുക്കുന്നില്ല. ഒരു മീഡിയം പരുവത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. ഒരുപാട് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിത് മടക്കി കൊടുക്കുമ്പോൾ അതിന് ചിലപ്പോൾ പൊട്ടിപ്പോവാറൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കുന്നത്. ഇനി ഇതിൻ്റെ വക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ മൈദമാവ് കലക്കിയതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതുപോലെ ഒരെണ്ണം റെഡിയാക്കി എടുത്തു. ഇനി ഇതേപോലെ തന്നെ വീണ്ടും ഒരെണ്ണം കൂടെ കാണിക്കുന്നുണ്ട്. ചിക്കൻ സമൂസയും ബീഫ് സമൂസയൊക്കെ പോലെ തന്നെയാണ് ഈ ഒരു എഗ്ഗ് സമൂസയും. നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ അടുത്ത ഒരു ഷീറ്റ് എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് അതിനുള്ളിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ മൈദമാവ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനുള്ളിലേക്കായിട്ട് ഈ ഒരു ഭാഗം തിരികെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ചെയ്ത ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഒരു ഭാഗം വെന്ത് വരുമ്പോഴേക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് സമയം ഒന്നിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് ആകുമ്പോഴേ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ഇപ്പോൾ ഇത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒട്ടും എണ്ണ കുടിക്കത്തുമില്ല. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി എഗ്ഗ് സമൂസ റെഡിയായി കിട്ടി. ഇനി ഞാൻ ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.